KSRTCയുടെ വന്ദേ ഭാരത് ബസ് എത്തുന്നു. ബസ് ഹോസ്റ്റസും ആഡംബര സൗകര്യങ്ങളും. സർവീസ് അടുത്താഴ്ച. KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ് അടുത്താഴ്ച നിരത്തിലിറങ്ങും. ശുചിമുറിയും ഭക്ഷണവും കഫറ്റേരിയയും പാൻട്രിയും ഒക്കെയായി വന്ദേ ഭാരത് ട്രെയിനു സമാന്തരമായി ആഡംബര ബസ്സാണ് ഓടിത്തുടങ്ങുന്നത്. ആദ്യമായി എയർ ഹോസ്റ്റസ് മാതൃകയിൽ ബസ്സിൽ ബസ് ഹോസ്റ്റസ് ഉണ്ടാകും. 2 കോടി രൂപ വിലയുള്ള 2 ബസ്സുകളാണ് KSRTC ഇതിനായി വാങ്ങിയത്. പുലർച്ചെ 5:15 തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെടുന്നതിന് പിന്നാലെ ബസ് കൊച്ചിക്ക് പുറപ്പെടും. അതേസമയം തന്നെ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ബിസിനസ് ക്ലാസ് ബസ് യാത്ര തിരിക്കും. രാവിലെ 10 മുൻപ് എറണാകുളത്ത് എത്തുന്ന രീതിയിലാണ് ബസ് സർവീസ്. ബസ്സിൽ പ്രത്യേക ടിക്കറ്റ് നിരക്കായിരിക്കും. ഭക്ഷണത്തിനും മറ്റു പ്രത്യേകം പണം നൽകണം. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പ്. ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്യുന്നതിനും സൗകര്യമുണ്ടാകും. റിസർവ് ചെയ്ത എല്ലാ യാത്രക്കാരും എറണാകുളത്തേക്കാണെങ്കിൽ കൊല്ലത്തും ആലപ്പുഴയിലും സ്റ്റോപ്പ് ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രി KP ഗണേഷ് കുമാർ ബസിന്റെ ഉദ്ഘാടന പ്രഖ്യാപനം നടത്തിയെങ്കിലും ഔദ്യോഗികമായി രംഗത്തിറക്കാൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലം സാധിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയ ശേഷം 22-നെങ്കിലും ബസ് സർവീസ് തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് KSRTC. ബസ്സിൽ കണ്ടക്ടർ ഉണ്ടാവില്ലെന്നും പകരം ടിക്കറ്റ് പരിശോധിക്കാനും ഭക്ഷണം എടുത്തു നൽകാനുമൊക്കെയായി ഒരു ബസ് ഹോസ്റ്റസ് ആയിരിക്കും ഉണ്ടാവുകയെന്നാണ് ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ നേരത്തെ അറിയിച്ചിരുന്നത്. വോൾവോയുടെ ബസ്സാണ്. അതിന്റെ ബാക്കി സൗകര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ ഒരു ബസ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് ഒരു ബസ് തിരിച്ചും എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഈ സമയത്ത് ഭക്ഷണത്തിന്റെ ഒരു മെനു ഉണ്ടാകും. ആ സമയത്ത് തന്നെ ഭക്ഷണവും ഓർഡർ ചെയ്യാനാകും.